ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അഗ്നിവീർ സോൾജർ ടെക്നിക്കൽ എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി റാലി ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ക്ലാസ്സിന് ചെറിയൊരു ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. GDക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും 500 രൂപയും, ക്ലർക്ക് അതുപോലെ തന്നെ ടെക്നിക്കൽ പോസ്റ്റിലേക്ക് 700 രൂപയും, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 900 രൂപയുമാണ് ഫീസ് വരുന്നത്. വൺ ടൈം ഫീസാണ്. അതായത് ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം ഈ ഒരു എക്സാമിനേഷൻ്റെ മെയിനായിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു ചോദ്യവും 4 ഓപ്ഷൻസും, അത്തരത്തിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു സോൾജർ ടെക്നിക്കലിലെ എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോൾജർ ടെക്നിക്കൽ എക്സാമിനേഷൻ ആകെ 200 മാർക്കിനാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ആകെ 50 ചോദ്യങ്ങൾ ഉണ്ടാവുക. എക്സാമിനേഷൻ്റെ സമയ ദൈർഘ്യം നോക്കുകയാണെങ്കിൽ ആകെ 1 മണിക്കൂറാണ്. അതായത് 60 മിനിറ്റാണ് എക്സാമിനേഷൻ്റെ സമയ. ഓരോ ശരിയുത്തരത്തിനും നിങ്ങൾക്ക് 4 മാർക്ക് വീതം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ തെറ്റുത്തരത്തിനും ഓരോ മാർക്ക് വീതം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ആൻസർ ചെയ്യാത്ത ചോദ്യങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല. മിനിമം പാസ് മാർക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 80 മാർക്കാണ് സോൾജർ ടെക്നിക്കലിന് പാസ് മാർക്കായിട്ട് വരുന്നത്. ഇനി അടുത്ത ഈ ഒരു എക്സാമിനേഷന് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 5 ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഒന്നാമതായിട്ട് വരുന്നത് ജനറൽ നോളജാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് മാത്സ്. നാലാമതായിട്ട് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ 5 ടോപ്പിക്കിൽ നിന്നാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ജനറൽ നോളജിൽ നിന്നും ആകെ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ലോജിക്കൽ റീസണിങ് നോക്കുകയാണെങ്കിൽ ആകെ 5 ചോദ്യങ്ങളാണ്. മാക്സിമം നിങ്ങൾക്ക് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ആകെ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 60 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഫിസിക്സ് നോക്കുകയാണെങ്കിൽ മാക്സിമം 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 60 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ആകെ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 40 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ ടോപ്പിക്സിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതി. ഇനി അടുത്ത ഒരുപാട് പേർ ഈ ഒരു എക്സാമിനേഷൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ വേണ്ടിയിട്ടുള്ളവർക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് ജനറൽ നോളജാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനറൽ നോളജിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. അപ്പോൾ 16 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ ലോജിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവുക. ഇനി അടുത്തായിട്ട് വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നിന്നും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മാസ്, വെയ്റ്റ്, വോളിയം, ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്കിമിഡീസ്, പ്രഷർ ബാരോമീറ്റർ, മോഷൻ ഓഫ് ഒബ്ജക്ട്സ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷന്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷന്, ഫോഴ്സ് ആൻഡ് മൊമെൻറ്റം, പാരലോഗ്രാം ഓഫ് ഫോഴ്സ്, സ്റ്റെബിലിറ്റി ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ബോഡീസ്, ഗ്രാവിറ്റേഷൻ, എലമെൻ്ററി ഐഡിയാസ് ഓഫ് വർക്ക്, പവർ ആൻഡ് എനർജി, ഹീറ്റ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്, സൗണ്ട് വേവ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷന്, സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസ്, ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്, സ്റ്റാറ്റിക് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി, കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ കണ്ടക്ടേഴ്സ്, ഓംസ് ലാ, സിമ്പിൾ ഇലക്ട്രിക്കൽ കറൻസ്, ഹീറ്റിംഗ് തുടങ്ങിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് ഫിസിക്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ആൾജിബ്ര, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, അനലിറ്റിക്കൽ ജിയോമെട്രി, ട്രിഗ്നോമെട്രി, ഇൻ്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ കാൽക്കുലസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ്, നമ്പർ സിസ്റ്റംസ്, ഫണ്ടമെൻ്റൽ അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ്, മെൻസ്ട്രേഷന്, ഏരിയ, വോളിയം ആൻഡ് സർഫസ് ഏരിയ തുടങ്ങിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് മാത്തമാറ്റിക്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക.
ഇനി അടുത്ത കെമിസ്ട്രി നോക്കുവാണെങ്കിൽ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, എലമെൻറ്റ്സ്, മിക്സ്ചർ ആൻഡ് കോമ്പൗണ്ട്സ്, സിമ്പിൾസ്, ഫോർമുല ആൻഡ് സിമ്പിൾ കെമിക്കൽ ഇക്വേഷൻസ്, ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്, പ്രോപ്പർട്ടീസ് ഓഫ് എയർ ആൻഡ് വാട്ടർ, പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജന്, ഓക്സിജന്, നൈട്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷന്, ആസിഡ്സ് ആൻഡ് ബേസ്, കാർബൺസ് ആൻഡ് ഇറ്റ്സ് ഫോംസ്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, എലിമെൻ്ററി ഐഡിയാസ് അബൌട്ട് സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, അറ്റോമിക് ഇക്വാലൻ്റ് ആൻഡ് മോളിക്കുലാർ വെയ്റ്റ്സ്, വാലൻസി തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഏകദേശ ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സിലബസ് ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർ ചെക്ക് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.